താമരശ്ശേരി ചുരത്തിൽ വീണ്ടും ഗതാഗത കുരുക്ക്. 6-ാം വളവിൽ ചരക്ക് ലോറിയും 7-ാം വളവിൽ KSRTC ബസ്സും കുടുങ്ങി. രാവിലെ ചുരം വ്യൂ പോയിന്റിലും ബസ് കുടുങ്ങിയിരുന്നു. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. ഷഹദ്, ഈ ചുരത്തിലൂടെയുള്ള വാഹന ഗതാഗതം അതിപ്പോൾ ഏത് രീതിയിലാണ്? കുറച്ചെങ്കിലും അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, അതോ ഗതാഗത കുരുക്ക് ഇപ്പോഴും രൂക്ഷമായി തന്നെ തുടരുകയാണോ? സ്മിത, നിലവിലെ സാഹചര്യത്തിൽ ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നും ലഭ്യമാകുന്ന വിവരം. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ ഇന്നൊരു ബസ് ഈ ചുരത്തിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ആ ബസ്സിന് ഡീസൽ തീർന്നു പോയതുകൊണ്ട് അവിടെ കിടക്കുകയായിരുന്നു. പിന്നീട് ഡീസൽ എത്തിച്ച് അത് പരിഹരിച്ചു. എന്നാൽ പിന്നീട് ഇപ്പോൾ ചുരം 6-ാം വളവിലും പിന്നീട് 7-ാം വളവിലും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ 2 വാഹനങ്ങൾ കുടുങ്ങി. ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ അവിടെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ആ വാഹനങ്ങളും അവിടെ നിന്നും എടുത്തു മാറ്റുകയും അല്ലെങ്കിൽ അവിടെ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വാഹനങ്ങൾ സുഗമമായി കടന്നു പോകുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ക്രിസ്തുമസ് ആണ്, പ്രത്യേകിച്ച് അവധി സമയങ്ങളൊക്കെ തന്നെ ആയതുകൊണ്ട് വാഹനങ്ങൾ അധികം, അതായത് പതിവിൽ കൂടുതലായിട്ടുള്ള വാഹനങ്ങൾ ഇന്ന് ചുരത്തിൽ എത്തിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലുള്ള ചെറിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുണ്ട്. പക്ഷെ അത് കുരുക്ക് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ രീതിയിലുള്ള ഗതാഗത പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ചുരം കൃത്യമായിട്ട് ഇറങ്ങി വരാൻ സാധിക്കുന്നുണ്ട്. കയറി പോകുന്ന കാര്യത്തിൽ മാത്രമാണ് ചെറിയ കാലതാമസവും ചെറിയ രീതിയിലുള്ള കുരുക്കും അനുഭവപ്പെടുന്നത്. സ്മിത. ശരി, ഷഹദ് റഹ്മാനാണ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ചേർന്നത്.